പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 13-ാം അധ്യായം 21 മുതൽ 33 വരെയും 36 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോടൊപ്പം ഭക്ഷണത്തിനിരിക്കവേ ആത്മാവിൽ അസ്വസ്ഥനായി അരുളിച്ചെയ്തു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. അവൻ ആരെപ്പറ്റി പറയുന്നു എന്നറിയാതെ ശിഷ്യന്മാർ ആകുലചിത്തരായി പരസ്പരം നോക്കി. ശിഷ്യന്മാരിൽ യേശു സ്നേഹിച്ചിരുന്നവൻ അവൻ്റെ വക്ഷസ്സിലേക്ക് ചാരിക്കിടന്നിരുന്നു. ശിമയോൻ പത്രോസ് അവനോട് ആംഗ്യം കാണിച്ചു പറഞ്ഞു, അവൻ ആരെപ്പറ്റി പറയുന്നു എന്ന് ചോദിക്കുക. യേശുവിൻ്റെ വക്ഷസ്സിൽ ചേർന്ന് കിടന്നുകൊണ്ട് അവൻ ചോദിച്ചു, കർത്താവേ, ആരാണത്? അവൻ പ്രതിവചിച്ചു, അപ്പക്കഷ്ണം മുക്കി ഞാൻ ആർക്കു കൊടുക്കുന്നുവോ അവൻ തന്നെ. അവൻ അപ്പക്കഷ്ണം മുക്കി ശിമയോൻ സ്കറിയാത്തോയുടെ മകൻ യൂദാസിന് കൊടുത്തു. അപ്പക്കഷ്ണം സ്വീകരിക്കുന്നതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. യേശു അവനോട് പറഞ്ഞു, നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യുക. എന്നാൽ ഭക്ഷണത്തിനിരുന്നവരിൽ ആരും അവനിത് എന്തിനു പറഞ്ഞുവെന്ന് അറിഞ്ഞില്ല. പണസഞ്ചി യൂദാസിൻ്റെ പക്കലായിരുന്നതിനാൽ നമുക്ക് തിരുനാളിനാവശ്യമുള്ളത് വാങ്ങുക എന്നോ ദരിദ്രർക്ക് എന്തെങ്കിലും കൊടുക്കുക എന്നോ ആയിരിക്കാം യേശു അവനോട് ആവശ്യപ്പെട്ടതെന്ന് ചിലർ വിചാരിച്ചു. ആ അപ്പക്കഷ്ണം സ്വീകരിച്ച ഉടനെ അവൻ പുറത്തുപോയി. അപ്പോൾ രാത്രിയായിരുന്നു. അവൻ പുറത്തുപോയി കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു, അവനിൽ ദൈവവും മഹത്വപ്പെട്ടിരിക്കുന്നു. ദൈവം അവനിൽ മഹത്വപ്പെട്ടുവെങ്കിൽ ദൈവം അവനെ തന്നിൽ മഹത്വപ്പെടുത്തും, ഉടൻ തന്നെ മഹത്വപ്പെടുത്തും. എൻ്റെ കുഞ്ഞുങ്ങളെ, ഇനി അല്പസമയം കൂടി ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും. എന്നാൽ ഞാൻ യഹൂദരോട് പറഞ്ഞതുപോലെ ഇപ്പോൾ നിങ്ങളോടും പറയുന്നു, ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ശിമയോൻ പത്രോസ് ചോദിച്ചു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നു? യേശു പ്രതിവചിച്ചു, ഞാൻ പോകുന്നിടത്തേക്ക് ഇപ്പോൾ എന്നെ അനുഗമിക്കാൻ നിനക്ക് കഴിയുകയില്ല, എന്നാൽ പിന്നീട് നീ അനുഗമിക്കും. പത്രോസ് പറഞ്ഞു, കർത്താവേ, ഇപ്പോൾ തന്നെ നിന്നെ അനുഗമിക്കുവാൻ എനിക്ക് കഴിയാത്തത് എന്തുകൊണ്ട്? നിനക്ക് വേണ്ടി എൻ്റെ ജീവൻ ഞാൻ ത്യജിക്കും. യേശു പ്രതിവചിച്ചു, നീ എനിക്ക് വേണ്ടി ജീവൻ ത്യജിക്കുമെന്നോ? സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയുന്നതുവരെ കോഴി കൂവുകയില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ദിവ്യകാരുണ്യനാഥനായ ഈശോയിൽ പ്രിയപ്പെട്ടവരെ, സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധവാരത്തിലെ തിങ്കളാഴ്ച ഏപ്രിൽ 14-ാം തീയതി ഈ രാത്രിയിൽ ഈശോയോടൊപ്പം നമ്മൾ അത്താഴ വിരുന്നിന് ഒരുങ്ങുകയാണ്. ഈശോ താൻ സ്നേഹിക്കുന്നവരെ മാത്രം കൂട്ടിയാണ് ഈ വിരുന്ന് നടത്തുക. ഈശോയുടെ വക്ഷസ്സിൽ സ്ഥാനമുണ്ട്, ഈശോയുടെ ഇടത്തും വലത്തും സ്ഥാനമുണ്ട്. ഈശോയുടെ മുമ്പിൽ ഈ പ്രിയപ്പെട്ടവരെയെല്ലാം, വിളിക്കപ്പെട്ടവരെയെല്ലാം, ലോകം മുഴുവനെയും ചേർത്ത് വച്ചിട്ടുണ്ട്. ഇവിടെ നാം കണ്ടുമുട്ടുന്നത് ഈ ഈശോയെ സ്വീകരിച്ചിട്ടും ഈ തപസ് കാലത്തിലൂടെ ഈശോയുടെ കൂടെ ആയിരിക്കുമ്പോഴും വിളിക്കപ്പെട്ടിട്ടും അവിടുത്തെ സ്വീകരിച്ച് ജീവിക്കുമ്പോഴും ഈശോ എൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ സാത്താനുമായിട്ടുള്ളൊരു സംഘർഷം, അതിൽ യേശുവുമായിട്ട് ചേരാൻ കഴിയാതെ പോകുന്നു. എൻ്റെ ജീവിതത്തെ സാത്താനുമായുള്ള സംഘർഷത്തിൽ ഈശോയുമായിട്ട് ചേരാൻ കഴിയാതെ ഇറങ്ങിപ്പോകുകയും ഇരുട്ടിലേക്ക് പോവുകയും എത്ര വേദനാജനകമാണ്. ഈശോ ഇതിനെക്കുറിച്ചോർത്ത് അസ്വസ്ഥനുമാണ്. പറഞ്ഞല്ലോ, യൂദാസ് അവന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ചില ബോധ്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അവൻ്റെ കണക്കുകൂട്ടലുകളൊക്കെ രക്ഷാകര കർമ്മത്തിലേക്കായിരുന്നു എന്നൊക്കെ.
പക്ഷേ അവൻ ഒരു ജീവനിലേക്ക് പ്രവേശിക്കാതെ തൻ്റെ ജീവിതം അവസാനിപ്പിച്ച് കളയുന്നതിന് കാരണം അവൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റായിരുന്നു എന്നുള്ളതാണ്. ഇരുട്ടിലേക്ക് പോവുകയാണ്, പ്രകാശത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് പോകുന്നു. എമാവുസിലേക്ക് പോയ ശിഷ്യന്മാർ ഇരുട്ടിലേക്ക് പോയപ്പോൾ ഈശോയുടെ കൂടെ ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ ആയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും മനേൻ ഒബിസ്കുൻ ദോമിനോ, നാഥ ഞങ്ങളോട് കൂടെ വസിക്കണമേ എന്ന്, കാരണം ഞാൻ ഇരുട്ടിലായി പോകുന്നു, ഞങ്ങളുടെ കുടുംബം ഇരുട്ടിലായി പോകുന്നു, കൂടെ ആയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവൻ കൂടെ ആയിരിക്കുമ്പോൾ ഹൃദയം ജ്വലിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഉത്കണ്ഠകളും ആകുലതകളും ഭയങ്ങളും കടന്നു വരുമ്പോൾ തിരിച്ചറിയണം, ദൈവം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയും ഇരുട്ടിലേക്ക് പോവുകയുമാണ്. ഈശോയോട് ചേരുമ്പോൾ, ഈശോയുടെ വചനത്തോട് ചേരുമ്പോൾ നമ്മുടെ ഭാരം കുറയട്ടെ, അന്ധകാരങ്ങൾ നീങ്ങിപ്പോകട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ വഴികളൊക്കെ ഒരു ശരിക്കുള്ള ഈ രാത്രിയിലേക്കുള്ള ഇരുട്ടിലേക്കുള്ളൊരു പോക്കല്ല. ഈ വിശുദ്ധ വാരത്തിൽ നല്ലൊരു കുമ്പസാരം നടത്താനായിട്ട്, അങ്ങനെ ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക് അധരത്തിലൂടെ സ്വീകരിക്കാനായിട്ടൊക്കെ നമുക്ക് സാധിക്കട്ടെ. അല്ലെങ്കിൽ ഇരുട്ടിലേക്കായിരിക്കും യാത്ര, നാശത്തിലേക്കായിരിക്കും യാത്ര. അവൻ്റെ കണക്കുകൂട്ടലുകളൊക്കെ മാറുകയാണ്. അവൻ ശേഖരിച്ചു കൂട്ടിയതൊക്കെ ഉപയോഗിക്കാൻ പോലും പറ്റാതെ അവൻ്റെ ജീവിതം അവസാനിച്ചു പോകുന്നില്ലേ? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ ലഭിക്കുന്ന ഒരു നിത്യതയും അവൻ്റെ വക്ഷസ്സിൽ, യോഹന്നാൻ അവൻ്റെ വക്ഷസ്സിലാണ്. ആ സ്നേഹത്തിൻ്റെ പ്രതിഫലനം പരമാവധി ഈശോയോട് ചേർന്ന് അവൻ്റെ ഹൃദയയിടിപ്പ് എൻ്റെ കർണപടങ്ങളിൽ അടിക്കണം, അവൻ്റെ ചുടു നിശ്വാസം എൻ്റെ കവിൾത്തടങ്ങളിൽ പതിക്കണം, അവൻ്റെ ചുംബനം എൻ്റെ ശിരസിൽ പതിയണം. ഈ ഒരു ആഗ്രഹത്തോടുകൂടി ഈ വിശുദ്ധ വാരത്തിലാകാം. നല്ലൊരു കുമ്പസാരത്തിലേക്ക് നമ്മെ തന്നെ, അങ്ങനെ പൈശാചിക ശക്തികൾ, ഇരുട്ട് നമ്മിൽ നിന്ന് വിട്ടുപോകട്ടെ, തിന്മകൾ നമ്മിൽ നിന്ന് വിട്ടുപോകട്ടെ. മനുഷ്യൻ്റെ ഈ ഈശോയുടെ ഒരു നെടുവീർപ്പ് ഇവിടെ കാണുന്നുണ്ട്. സങ്കീർത്തനം 26:12 നമുക്കൊന്ന് ചേർത്ത് വെക്കുന്നത് നല്ലതാണ്. കർത്താവേ, വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ വിട്ടുകൊടുക്കരുതേ, എന്തെന്നാൽ കള്ളസാക്ഷികൾ എനിക്കെതിരെ ഉയർന്നിരിക്കുന്നു, അവർ ക്രൂരത നിശ്വസിക്കുന്നു. എന്നാൽ എൻ്റെ ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഒന്നും എന്നെ ബാധിക്കുകയില്ല, ഒരു തിന്മയിലേക്ക് ഞാൻ കടന്നു പോവുകയില്ല, എൻ്റെ കുടുംബം അന്ധകാരത്തിലേക്ക് പോവുകയില്ല, എൻ്റെ കുടുംബത്തിലെ പ്രിയപ്പെട്ടവർ തെറ്റിലേക്കും തെറ്റായ മാർഗങ്ങളിലേക്കും ശീലങ്ങളിലേക്കും പോവുകയില്ല. ഈ വിശുദ്ധവാരം നമ്മെ തന്നെ കൂടുതൽ വിശുദ്ധീകരിക്കാൻ ഒരു നല്ല കുമ്പസാരത്തിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കും. എല്ലാവിധ തിന്മകളും ഉള്ളിലെ കണക്കുകൂട്ടലുകളൊക്കെ മാറ്റിയിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ വിളിക്കനുസരിച്ച് അവൻ ഒരുക്കുന്ന വിരുന്നിൽ പങ്കുചേരുന്നവരായി മാറുവാനായിട്ട് പത്രോസ് പറയുന്നു, ഞാൻ ജീവൻ ത്യജിക്കുവാനും തയ്യാറാണ്. ഈശോ കൃത്യമായിട്ട് അവനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, സാത്താൻ അലറുന്ന സിംഹത്തെ പോലെ നിന്റെ പിന്നിലുണ്ട്. അവൻ ഏത് നിമിഷം the devil is prowling round like a roaring lion looking for someone to eat. Stand up to him strong in faith. നമുക്ക് വിശ്വാസത്തിൽ അവനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സാത്താനെതിരെ, ഇരുട്ടിനെതിരെ പടപൊരുതുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. In your hands Lord I commend my spirit. കർത്താവേ, അങ്ങേ കരങ്ങളിൽ എന്നെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ ജീവിത സാഹചര്യങ്ങളെ, ഈ ലോകം മുഴുവനെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങൾ വിശുദ്ധീകരിക്കണമേ, രക്ഷിക്കണമേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നല്ലൊരു രാത്രിയും സുന്ദരമായ അനുഗ്രഹത്തിൻ്റെ ഒരു പുലരിയും ഈശോയുടെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും നേരുന്നു. ഈ അനുഗ്രഹവും ഈ കാർമൽ ദർശനിലൂടെ നമുക്ക് ലഭിക്കുന്ന നല്ല ചിന്തകളും നിങ്ങൾ മറ്റുള്ളവർക്കും പങ്കുവയ്ക്കുക. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദ ലോർഡ് ഗ്രാൻഡ് us a quiet night and a perfect end. ആമേൻ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ
സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ,